ഇനിയില്ല പാട്ടിൻ്റെ വിസ്മയം. കേൾക്കാൻ ആഗ്രഹിക്കുന്ന മെലഡിയുടെ ചലനത്തിൽ ഒട്ടും യോജിക്കാത്ത മലയാളത്തിൻ്റെ സംഗീതം. അദ്ദേഹം 1946 ജൂൺ 4 നെല്ലൂരിലെ ചെറിയൊരു ഗ്രാമപ്രദേശത്താണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ SP സംഭമൂർത്തി, അദ്ദേഹത്തിൻ്റെ അമ്മ ശകുന്തളാമ്മയും ആയിരുന്നു. അദ്ദേഹത്തിന് 2 സഹോദരന്മാരും 5 സഹോദരിമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷയിൽ ഉൾപ്പെടുന്ന സിനിമകളിലെല്ലാം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മ്യൂസീഷ്യൻ, പ്ലേബാക്ക് സിംഗർ, മ്യൂസിക് ഡയറക്ടർ, ഫിലിം പ്രൊഡ്യൂസർ, ആക്ടർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു. അദ്ദേഹം 16 ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് 40,000-ത്തിലും അധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ തന്നെ അദ്ദേഹത്തിന് പാട്ടിനോട് വലിയൊരു കമ്പമുണ്ടായിരുന്നു. അതിനായി അദ്ദേഹം പാട്ട് പഠിച്ചിട്ടുമുണ്ടായിരുന്നു. പിന്നെ ഒരു എൻജിനീയർ ആകാനുള്ള മോഹവുമായി അദ്ദേഹം JNTU എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അധികകാലം അവിടെ തുടരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ടൈഫോയിഡ് ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹം പഠിത്തം നിർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ എൻജിനീയറിംഗ് പഠന സമയത്ത് അദ്ദേഹം കുറേ പാട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിനെല്ലാം പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുരസ്കാരം 1964 ലഭിക്കുന്നത്. അദ്ദേഹം സിനിമയിൽ ഒരു ചാൻസ് ലഭിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ കമ്പോസേഴ്സിനെല്ലാം കാണാൻ പോകുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓഡീഷനിൽ അദ്ദേഹം പാടിയ പാട്ടാണ് നിലാവേ എന്നിടം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനം ആലപിക്കുന്നത് 1966 ഡിസംബർ 15 അത് തെലുങ്കിലെ ശ്രീ 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 മര്യാദ രാമണ എന്ന സിനിമയിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനം റെക്കോർഡ് ചെയ്തതിനു ശേഷം അടുത്ത 8ാമത്തെ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന് അടുത്ത ഗാനം പാടാനുള്ള അവസരം ലഭിക്കുകയാണ്. അത് ഒരു കന്നഡ സിനിമയിലാണ്. അത് നഗരേ അതേ സ്വർഗ എന്ന സിനിമയിലാണ്. അദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അദ്ദേഹം പിന്നെ പ്രശസ്ത ഗായകരോടൊപ്പം ഗാനം ആലപിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പാട്ട് റെക്കോർഡ് ചെയ്യാറുമുണ്ട്. അങ്ങനെ കന്നഡയിലെ കമ്പോസറിനായി 21 ഗാനങ്ങളും തമിഴിൽ 19, ഹിന്ദിയിൽ 16. ഇതെല്ലാം 1960 മുതൽ 1970 നടന്ന സംഭവങ്ങളാണ്. അദ്ദേഹം എല്ലാ ഇന്ത്യൻ ഭാഷാ സിനിമകളിലും പ്രശസ്തനാവാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് SP-യുടെ കാലഘട്ടമായിരുന്നു. പിന്നെ അത് വന്ന് നിൽക്കുന്നത് ഇന്ന് 25/9/2020 COVID-19 ബാധിച്ച് MGM ഹോസ്പിറ്റലിലാണ് ആ പ്രതിഭയുടെ മരണം. അതെ, പാട്ടിൻ്റെ മായാലോകം തീർത്ത SP ബാലസുബ്രഹ്മണ്യം അന്തരിച്ചിരിക്കുന്നു. ഹീ ഈസ് എ മാൻ വിത്ത് എ മാജിക്കൽ വോയിസ്. പ്രിയ SPBയുടെ ഗാനങ്ങൾ സംഗീതപ്രേമികളുടെ മനസ്സിൽ എന്നും ജീവിക്കും. പ്രിയ SPBക്ക് വിട.